പ്രിയപ്പെട്ട വിദ്യാർത്ഥി സുഹൃത്തുക്കളെ, കാലിക്കറ്റ് സർവകലാശാലയുടെ 2026 4 വർഷ ഡിഗ്രി കോഴ്സുകൾക്കുള്ള അഡ്മിഷനുള്ള അപേക്ഷാ സമർപ്പണം കഴിഞ്ഞ ജൂൺ 12 അവസാനിച്ചു. ജൂൺ 12 അവസാനിച്ചു കഴിഞ്ഞാൽ ഇനി നമ്മൾ കാത്തിരിക്കുന്നത് ട്രയൽ അലോട്ട്മെന്റിനാണ്. ട്രയൽ അലോട്ട്മെന്റുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് നമ്മൾ ഈ വീഡിയോയിൽ പറയുന്നത്. അത് വളരെ കൃത്യമായിട്ട് നിങ്ങൾ മനസ്സിലാക്കിയിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് സംഭവിക്കുന്ന പല തെറ്റുകൾ കൊണ്ട് നിങ്ങൾ അലോട്ട്മെന്റ് പ്രക്രിയയിൽ നിന്ന് വരെ പുറത്തു പോകാം. അതിനെക്കുറിച്ച് വളരെ വിശദമായിട്ട് പറയാൻ നെക്സ്റ്റ് നമ്മൾ പറയുന്നത് ട്രയൽ അലോട്ട്മെന്റിനെ കുറിച്ചാണ്. അതിനാൽ തന്നെ ആബിദ് ടോക്സിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. നമ്മൾ കാര്യങ്ങളിലേക്ക് കടക്കണം. അത് തന്നെ വിദ്യാർത്ഥികൾ ചോദിക്കുന്ന ഇതുവരെ രജിസ്റ്റർ ചെയ്യാത്ത ആളുകൾക്ക് രജിസ്റ്റർ ചെയ്യാനുള്ള അവസരമുണ്ടോ എന്നുള്ളത്. ആ അവസരമാണ് ജൂൺ 16 മുതൽ ജൂൺ 18 വരെയുള്ള സമയങ്ങളിൽ ജൂലൈ 16 മുതൽ ജൂലൈ 18 വരെയുള്ള സമയങ്ങളിൽ ഇതുവരെ രജിസ്റ്റർ ചെയ്യാത്ത വിദ്യാർത്ഥികൾക്ക് രജിസ്റ്റർ ചെയ്യാനുള്ള അവസരം ഉണ്ട്. ഓക്കെ, ജൂലൈ 16 മുതൽ ജൂലൈ 18 വരെയുള്ള സമയങ്ങളിലാണ് ഇതുവരെ രജിസ്റ്റർ ചെയ്യാത്തവർക്ക് രജിസ്റ്റർ ചെയ്യാനുള്ള സമയം. ഇനി വിദ്യാർത്ഥികൾക്ക് നമ്മളെ മുന്നിലുള്ളത് ട്രയൽ അലോട്ട്മെന്റ് ആണ്. ട്രയൽ അലോട്ട്മെന്റ് ഈ വരുന്ന 17-ാം തീയതി പബ്ലിഷ് ചെയ്യും. ട്രയൽ അലോട്ട്മെന്റ് പബ്ലിഷ് ചെയ്താൽ വിദ്യാർത്ഥികൾ കുറെ PG വിദ്യാർത്ഥികൾ വരെ ചോദിക്കുന്നുണ്ട് പോയി അഡ്മിഷൻ എടുക്കണമെന്ന്. അഡ്മിഷൻ എടുക്കേണ്ട ആവശ്യമില്ല. ദിസ് എ ട്രയൽ, ഇതൊരു ഡെമോ ആണ്. ട്രയൽ അലോട്ട്മെന്റ് നിങ്ങൾക്കൊരു കോളേജ് കിട്ടിയെന്ന് കരുതാം. എന്നുള്ള ഒരു കോളേജ് കിട്ടിയാൽ നമുക്ക് ഫസ്റ്റ് അലോട്ട്മെന്റിൽ ചിലപ്പോൾ ഒരു കോളേജിലും കിട്ടാതിരിക്കാം. അതിന് കാരണം എന്ന് പറയുന്നത് ട്രയൽ അലോട്ട്മെന്റിന് ശേഷം വിദ്യാർത്ഥികൾക്ക് എഡിറ്റിങ്ങിനുള്ള സൗകര്യം യൂണിവേഴ്സിറ്റി ഒരുക്കുന്നുണ്ട്. എഡിറ്റിംഗ് ചെയ്യാനുള്ള അവസരമുണ്ട്. എഡിറ്റിംഗ് ചെയ്യാനുള്ള അവസരം ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത് ട്രയൽ അലോട്ട്മെന്റ് വന്ന് 19-ാം തീയതി വൈകുന്നേരം 3 മണി വരെ വിദ്യാർത്ഥികൾക്ക് എഡിറ്റിംഗുള്ള സൗകര്യമുണ്ട്. ആദ്യം തന്നെ ട്രയൽ അലോട്ട്മെന്റ് വരുന്നതിനോട് കൂടി തന്നെ നിങ്ങൾ എന്തൊക്കെയാണ് എഡിറ്റിംഗ് ചെയ്യേണ്ടത്, നിങ്ങൾ കൊടുത്ത എന്തെങ്കിലും ഡാറ്റയിലൊക്കെ തെറ്റുകൾ ഉണ്ടെങ്കിൽ ആ എഡിറ്റിംഗ് നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ്. നിങ്ങൾ കൊടുത്ത കോളേജുകളുണ്ടോ, കുറെ 20 കോളേജ് കൊടുത്തിട്ടുണ്ടല്ലോ, ആ കോളേജുകളിൽ നിങ്ങൾക്ക് ഏതെങ്കിലും കോളേജ് ഡിലീറ്റ് ചെയ്യണമെങ്കിൽ ഡിലീറ്റ് ചെയ്യാം, പുതിയ കോളേജ് ആഡ് ചെയ്യാം. നിലവിൽ കൊടുത്ത കോളേജിന്റെ ഓർഡർ ഉണ്ടല്ലോ, ABC 1 2 3 4 5 ഇങ്ങനെ, ആ ഓർഡർ റീഅറേഞ്ച് ചെയ്യാനുള്ള അവസരം നിങ്ങളുടെ മുന്നിലുണ്ട് എന്നുള്ളത് മനസ്സിലാക്കി എഡിറ്റിംഗ് ചെയ്യുക. ഇപ്പൊ PGക്ക് ട്രയൽ അലോട്ട്മെന്റ് വന്ന സമയത്ത് ഒരു വട്ടമാണ് എഡിറ്റിങ്ങിനുള്ള അവസരം ഉണ്ടാകും. ഒരു വട്ടം എന്ന് പറയുന്നത് ട്രയൽ അലോട്ട്മെന്റ് വന്ന് എഡിറ്റിങ്ങിന്റെ ഭാഗം ഓപ്പൺ ചെയ്ത് നമ്മൾ അത് കഴിഞ്ഞ് നമ്മൾ ചെയ്തില്ല, നമ്മൾ എന്തൊക്കെ ചെയ്യേണ്ട ഇങ്ങനെ ആലോചിച്ചിരുന്ന് അത് നമ്മൾ ഫൈനൽ സബ്മിറ്റ് ചെയ്താൽ ആ എഡിറ്റിങ്ങിന്റെ അവസരം തീരും. അതുകൊണ്ട് തന്നെ വിദ്യാർത്ഥികൾ വളരെ കൃത്യമായിട്ട് ശ്രദ്ധിക്കേണ്ടത് എഡിറ്റിംഗ് ചെയ്യുന്നതിന് മുമ്പ് എന്താണ് എഡിറ്റിംഗ് ചെയ്യാനുള്ളത് എന്നുള്ളതൊക്കെ തീരുമാനിച്ചുറച്ചിട്ട് ഫ്രീ ആയിട്ട് 17-ാം തീയതി പബ്ലിഷ് ചെയ്താൽ 18-ാം തീയതി പോയിട്ട് എഡിറ്റിംഗ് ചെയ്യുക. സ്വന്തമായിട്ട് ചെയ്യാൻ കഴിയാത്ത ആളുകൾ സ്വന്തമായിട്ട് ഒരിക്കലും എഡിറ്റിംഗ് ചെയ്യരുത്. എങ്ങനെയാണ് എഡിറ്റിംഗ് ചെയ്യേണ്ടത് എന്നുള്ളതിന്റെ വീഡിയോ നമ്മൾ അടുത്ത ദിവസം പബ്ലിഷ് ചെയ്യുന്നതാണ്. ഓക്കെ, അപ്പൊ ഈ കാര്യങ്ങൾ വളരെ കൃത്യമായിട്ട് നിങ്ങൾ പരിശോധിക്കുക, മനസ്സിലാക്കി വെക്കുക. എഡിറ്റിംഗ് ചെയ്യുമ്പോൾ വളരെ കൃത്യമായിട്ട് എന്താണ് എഡിറ്റിംഗ് ചെയ്യാനുള്ളത്, നിങ്ങൾ കൊടുത്ത മാർക്കിൽ എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടോ, നിങ്ങൾ കൊടുത്ത അഡ്രസ്സിൽ എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടോ, നിങ്ങൾ കൊടുത്ത NSSO അങ്ങനെ എന്തെങ്കിലും കൊടുത്തിട്ടുണ്ട് അതില്ലേ, അല്ലെങ്കിൽ പുതുതായിട്ട് ആഡ് ചെയ്യാനുണ്ടോ, അതൊക്കെ നിങ്ങൾക്ക് ചെയ്യാനുള്ള അവസരമാണ് ഈ വന്നിരിക്കുന്നത്. വരിക. ട്രയൽ അലോട്ട്മെന്റ് 17-ാം തീയതി പബ്ലിഷ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ അറിയിക്കും. അതിനുശേഷം 2 ദിവസമായിരിക്കും എഡിറ്റിങ്ങിന് സൗകര്യം ഉണ്ടായിരിക്കുക. ആ സമയത്ത് നിങ്ങൾ എന്ത് ചെയ്യുക, ഈ എഡിറ്റിംഗ് ചെയ്യാം. എഡിറ്റിംഗ് ചെയ്യാതിരിക്കണമെങ്കിൽ നിങ്ങൾക്ക് ഇരിക്കുകയും ചെയ്യാം, നിർബന്ധമില്ല. എഡിറ്റിംഗ് താല്പര്യമുള്ളവർ ചെയ്താൽ മതി. ചെയ്ത് കഴിഞ്ഞാൽ ഫൈനൽ സബ്മിറ്റ് ചെയ്ത് അതിൻ്റെ പ്രിന്റ് ഔട്ട് എടുത്ത് സൂക്ഷിക്കേണ്ടതുണ്ട്. പ്രിന്റ് ഔട്ട് എടുക്കുക എന്ന് പറഞ്ഞാൽ അതിന്ന് ആ PDF ഡൗൺലോഡ് ചെയ്ത് എടുത്ത് സൂക്ഷിച്ചാൽ മതി, പിന്നീട് പ്രിന്റ് ഔട്ട് എടുത്താൽ മതി. ഓക്കെ, ഈ കാര്യം കൃത്യമായിട്ട് ശ്രദ്ധിക്കുക. വിശദമായിട്ടുള്ള ട്രയൽ അലോട്ട്മെന്റ് വന്നു കഴിഞ്ഞാൽ അതിൻ്റെ വിവരങ്ങൾ നിങ്ങളിലേക്ക് എത്തിക്കും. അതിന് മുന്നോടിയായിട്ട് ട്രയൽ അലോട്ട്മെന്റ് പബ്ലിഷ് ചെയ്യുന്നതിൻ്റെ തലേന്ന് നമ്മൾ എന്ത് ചെയ്യും, എങ്ങനെയാണ് എഡിറ്റിംഗ് ചെയ്യേണ്ടത്, ട്രയൽ അലോട്ട്മെന്റ് എങ്ങനെയാണ് പരിശോധിക്കേണ്ടത് എന്നതിൻ്റെ വീഡിയോ ഒക്കെ ഷെയർ ചെയ്യും. അതിനാൽ തന്നെ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, താങ്ക് യു.